ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്ന വിഷയം ഒരു ജോലി സ്ഥലത്ത് ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണ്, എങ്ങോട്ടാണ് ആ കമ്പനി പോകുന്നത്, ഒരു കമ്പാരിസൺ അതെങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരുവിധം ആളുകളൊക്കെ ഈ ഇൻ്റർവ്യൂവിന് വരുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാറ്. കാരണം എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാം? സാധാരണ പെട്ടെന്ന് നമ്മളൊരാളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ, അല്ലെങ്കിൽ ബാങ്ക് നോക്കിയാൽ പോരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രയൽ ബാലൻസോ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാ റിപ്പോർട്ടുകളും നോക്കിയാൽ പോരെ. അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷനാണ്. പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഒരു കമ്പനിയിൽ ആ കമ്പനിയുടെ എൻജിൻ പവർ എത്രയാണ്, എന്താണ് അതിൻ്റെ ശേഷി എന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. അറിയില്ലാത്തതോ അല്ലെങ്കിൽ അറിയാൻ താല്പര്യപ്പെടാത്തതോ കൊണ്ടായിരിക്കാം. കാരണം നമ്മളിപ്പോൾ ഒരു കമ്പാരിസൺ നടത്തുകയാണ്. ഇപ്പോൾ ഈ ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയായിട്ട് കമ്പാരിസൺ ചെയ്യേണ്ട ഒരു അവസ്ഥ, ഒരു സാങ്കേതികമായിട്ടൊരു ആവശ്യം വരികയാണ്. ഈ ആവശ്യം വരിക പലപ്പോഴും നമ്മൾ ടാക്സ് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ, അതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്ത് എന്തുണ്ടെന്നുള്ളത് നമ്മൾ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വിശദമായി തന്നെ പറഞ്ഞു തരാം. വീഡിയോ മുഴുവൻ കാണണം, കണ്ട് മനസ്സിലാക്കണം. ഓക്കെ. എബിറ്റ മെത്തേഡ്. ഈ മെത്തേഡ് എന്താണ്? ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, പല ഫേമിലും ഇത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, പ്രാക്ടിക്കലായിട്ട് നമ്മളിത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എന്താണ് ഇതിൻ്റെ കാര്യം? ഒരു കമ്പനിയിലെ അവിടുത്തെ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ? എന്താണ് ഈ ഒരു മെത്തേഡ്? ഇതിൽ എന്തെല്ലാം ഉൾപ്പെടും, എന്തെല്ലാം ഉൾപ്പെടുന്നില്ല, ഇത് മറ്റ് റിപ്പോർട്ടുകളുമായിട്ടുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിലെ ഓരോ അക്ഷരങ്ങളും എന്തിനെ പ്രതിപാദിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനെ പ്രതിപാദിക്കുന്നു ഇതിലെ ഓരോ ലെറ്റേഴ്സും. ഈ ലെറ്റേഴ്സ് എല്ലാം കൂടിയിട്ടാണ് ഇങ്ങനൊരു രീതിയിൽ നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ എബിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെല്ലാം ഉൾപ്പെടുന്നു, എന്തെല്ലാം ഉൾപ്പെടുന്നില്ല, എന്തിനു വേണ്ടി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിന് ഫസ്റ്റ് ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഇതാണ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ് എബിറ്റ എന്നുള്ള ചുരുക്കപ്പേരിൻ്റെ ഫുള്ളായിട്ടുള്ള രൂപം. ഇതിൻ്റെ ഓരോന്ന് എന്താണ്? അതായത് സാധാരണ നമ്മളൊരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ എങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാം? ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ടാകും. ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മറ്റ് ചെലവുകളെല്ലാം കഴിച്ചതിന് ശേഷം നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പ്രോഫിറ്റ് കാണുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പിക്ചറിൽ പ്രോഫിറ്റ് കൂടാനും കുറയാനും, ഈ എക്സ്പെൻസുകൾ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ മാറ്റങ്ങൾ പലത് വരും. ഇപ്പോൾ വലിയ ഹ്യൂജ് എമൗണ്ട് ബിസിനസ് നടന്നൊരു സ്ഥാപനം, പക്ഷേ എക്സ്പെൻസ് അതിനനുസരിച്ച് കൂടിക്കഴിഞ്ഞാൽ ഈ എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് വളരെ തുച്ഛമായിരിക്കും. അപ്പോൾ കമ്പനിയുടെ എത്രയാണ് അതിൻ്റെ ഒരു പവർ, എത്രത്തോളമാണ് അതിൻ്റെ റേഞ്ച്, അതിൻ്റെ സ്ട്രെങ്ത് എന്താണ് ആ കമ്പനികളിൽ മനസ്സിലാക്കാൻ നെറ്റ് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എത്രയാണ് ഈ കമ്പനിയുടെ സ്ട്രെങ്ത്, ഇതിൻ്റെ ഇഞ്ചിൻ്റെ പവർ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇഞ്ച് ശേഷി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അതായത് ഇത് ഡിഡക്ട് ചെയ്യുന്നതിന് മുൻപേ, ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഇങ്ങനെയുള്ള ചെലവുകൾ ഡിഡക്ട് ചെയ്യുന്നതിന് മുൻപേയുള്ള എമൗണ്ട്, ഈ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതാണ് ഈ ഒരു മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ഇപ്പോൾ UAE അല്ലെങ്കിൽ ടാക്സ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ, ഇന്ത്യയിലും സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതോറിറ്റികൾക്ക് കൊടുക്കേണ്ടി വരിക. ആ ഒരു സമയത്താണ് നമ്മളിത് കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പൊതുവെ ഇത് ഞാനിപ്പോൾ ഒന്നുകൂടി വിശദീകരിക്കുന്ന വെച്ചെങ്കിൽ സംഭവം നിസ്സാരമായ സംഭവമാണെങ്കിലും ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ ഉള്ളത് കൊണ്ട് പല സ്ഥലത്തും പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു എമൗണ്ട്, ഒരു ഹ്യൂജ് എമൗണ്ട് അല്ലെങ്കിൽ ചെറുതോ വലുതായ എമൗണ്ട് നമ്മൾ ബിസിനസ് ചെയ്തു. ഈ ബിസിനസ്സിൽ ഇൻട്രസ്റ്റ്, അതേമാതിരി ടാക്സ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിത് കൊടുക്കേണ്ടതാണ്. ശരിക്കും നമ്മൾ ചിലവ് തന്നെയാണ്.
പക്ഷെ ഇത് ചിലപ്പോൾ ഇൻട്രസ്റ്റ് വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്താവും, നമ്മുടെ ഈ പിന്നെ പിന്നെ സെയിൽ നടന്നു അതിൻ്റെ പ്രോഫിറ്റ് നിന്ന് വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തായി, നമ്മളെ പ്രോഫിറ്റ് കുറയും. അതേപോലെ ടാക്സ് വലിയ എമൗണ്ട് ഉണ്ടെങ്കിൽ എന്തായി, അപ്പോൾ നമ്മളെ പ്രോഫിറ്റ് കുറയും. ഡിപ്രിസിയേഷൻ, നമുക്ക് അമിതമായിട്ട് ഡിപ്രിസിയേഷൻ സംഭവിച്ചത് എന്താ വെച്ചാൽ അപ്പോഴും നമ്മളെ പ്രോഫിറ്റ് വരും. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പാറ്റന്റിങ്ങുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും ആ ഒരു സമയത്ത് നമ്മളെ കമ്പനിക്ക് ഉണ്ടായിരിക്കുക. പക്ഷേ നമുക്ക് ഇൻകം വന്നിട്ടുണ്ടാവും, ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽ നല്ലതായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, വലിയ എമൗണ്ട് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് വെച്ചിട്ട് ഈ റിപ്പോർട്ട് വെച്ച് നമുക്കൊരു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ പവർ, നമ്മുടെ കമ്പനിയുടെ ശക്തി എത്രത്തോളാണെന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യണത്, ഏർണിംഗ് ബിഫോർ, അതായത് ഇൻട്രസ്റ്റും ടാക്സും ഡിപ്രിസിയേഷനും അമോർട്ടൈസേഷനും ഡിഡക്റ്റ് ചെയ്യാതെയുള്ള എമൗണ്ട് വെച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അറിയാലോ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, പല ഇൻട്രസ്റ്റ് പിന്നെ ലോണ് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. ടാക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും, ടാക്സ് ഉണ്ടാവും. ഡിപ്രിസിയേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും, മെഷീനറി എക്യുപ്മെൻറ്റ്സിനൊക്കെ വരുന്ന വെഹിക്കിൾ, ഇതിനൊക്കെ വരുന്ന തേയ്മാനങ്ങൾ അല്ലെങ്കിൽ ഡാമേജ് കാര്യങ്ങളായിട്ട് ഓരോ വർഷങ്ങളും നമ്മളായിട്ട് ഡിഡക്റ്റ് ചെയ്യും ആ എമൗണ്ട്. അതേമാതിരി അമോർട്ടൈസേഷൻ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മൾ ദീർഘകാലത്തിന് ഒരു 10 വർഷത്തിന് അല്ലെങ്കിൽ പാറ്റൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഡിവൈഡ് ചെയ്തിട്ട് അത്രയും വർഷം കൊണ്ടാണ് നമ്മളത് പിന്നെ എഴുതി ഒഴിവാക്കി കളയുക. അപ്പോൾ അതും നമ്മൾ ഒഴിവാക്കും. ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് വളരെ കുറവാകും. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടോ ഇങ്ങനെയുള്ള റിപ്പോർട്ട് കൊണ്ടോ പോയി കഴിഞ്ഞാൽ നമ്മളെ കമ്പനിയുടെ സ്ട്രെങ്ത് എത്രത്തോളമാണ് ഇവിടെ ബിസിനസ് നടക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകളുമായി തുടർന്ന് നമുക്ക് കാണാം. എന്തെങ്കിലും കാര്യങ്ങൾ, ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങളാവട്ടെ, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, മനസ്സിലാക്കാൻ താല്പര്യമുണ്ട്, പ്രാക്ടിക്കലായി ഇതെങ്ങനെ എവിടെയെല്ലാം അപ്ലൈ ചെയ്യുന്ന അറിയണം താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കൂ, സപ്പോർട്ട് ചെയ്യൂ, നമുക്ക് സംസാരിക്കാം, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക്